ഹായ് ഫ്രണ്ട്സ്, സീതമ്മയുടെ കൃഷിയിലേക്ക് സ്വാഗതം. നമ്മൾ കർക്കിടകം 4 ഓരോ ദിവസവും ഓരോ ഇലക്കറികൾ കറി വയ്ക്കും. ഇന്ന് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത് ചീരച്ചേമ്പാണ് കേട്ടോ. ചീരച്ചേമ്പ് നമ്മുടെ ചെടിയിൽ തന്നെ ഉൾപ്പെടുത്തിയാൽ മതി. ഇത് ഒരു ചെടിച്ചട്ടിയിൽ നമ്മൾ നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ കണ്ടോ, ഇതിൻ്റെ തണ്ടും ഇലയും ഒക്കെ കറി വയ്ക്കാം കേട്ടോ. കണ്ടോ, ചീരച്ചേമ്പ്. ഞാനിന്ന് ഈ ചീരച്ചേമ്പാണ് വാട്ടാൻ പോകുന്നത്. അത് വെറുതെ നമ്മൾ ഇതിങ്ങനെ അരിഞ്ഞെടുക്കാം. എന്താ, ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ ഇലയും തണ്ടും നമുക്ക് കറി വയ്ക്കാം. ഇത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കറി വയ്ക്കാം കേട്ടോ, ചൊറിയില്ല. ഇത് നമ്മൾ ചെടിച്ചട്ടിയിൽ തന്നെ കൃഷിഭവനിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ചീരച്ചേമ്പ്. അപ്പോൾ ഞാൻ ചെടിച്ചട്ടിയിൽ നട്ടു പിടിപ്പിച്ചേക്കണത് ഉണ്ടോ. കർക്കിടക മാസമായിട്ട് ഏത് ചേമ്പ് വേണമെങ്കിലും കറി വയ്ക്കാം നമുക്ക് കേട്ടോ, ചൊറിയില്ല. പക്ഷേ ഇത് ഞങ്ങൾ എന്നും കറി വയ്ക്കും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതെടുത്ത് സാമ്പാറിലിടെ കറി വയ്ക്കുക ചെയ്യാം, ചൊറിയില്ല. അപ്പോൾ ഇന്നത്തെ വിഭവം ഈ ചീരച്ചേമ്പാവട്ടെ എന്ന് കരുതിയാണ്. എന്നും ഒരേ ഇലക്കറികൾ കറി വയ്ക്കുമല്ലോ കർക്കിടക മാസത്തിൽ. അപ്പോൾ ഈ ചീരച്ചേമ്പാണ് ഇന്ന് ഞാൻ കറി വയ്ക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ പടമൊക്കെ ഉലിഞ്ഞ് കളഞ്ഞ് കുരുകുരുന്ന് അരിഞ്ഞ് ഇത്തിരി തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ ഇട്ട് അങ്ങോട്ട് വാട്ടി ചോറിന് ഒരു തോരൻ പോലെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.